എന്നിട്ട് ഇവൻ ആ ബോയ് ഫ്രണ്ടിന്ന് പരിചയപ്പെടുത്തി കൊടുക്കും. അങ്ങനെ അതുകൊണ്ട് അവളുടെ അച്ഛനും ആന്റിയും കൂടെ ഷോക്കായി ഈ കാര്യം മുമ്പേ പറയാത്തെന്ന് പറഞ്ഞ് അവരൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ ലൂഷ്യൻഹെ ആണ് അവൻ ഇത്രയും വർഷം ബെയ്ജിങ്ങിലായിരുന്നു, അങ്ങനെ അതുകൊണ്ട് ഇവർ രണ്ടുപേരും ബ്രേക്കപ്പ് ചെയ്തെന്ന് പറയും. പക്ഷെ കുറച്ചു ദിവസം മുമ്പ് ഇവർ തമ്മിലുള്ള അകൽച്ചയൊക്കെ മാറി ഇവർ വീണ്ടും സെറ്റായി എന്ന് പറയുമ്പോൾ അവളുടെ അച്ഛനാണ് എങ്കിൽ പിന്നെ ബോയ് ഫ്രണ്ട് ഉള്ള കാര്യം മുമ്പേ പറഞ്ഞായിരുന്നെങ്കിൽ ഈ ബ്ലൈൻഡ് ആയിട്ട് എന്നെ ഫിക്സ് ചെയ്തില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞ് അവരൊക്കെ ഇവളെ ചോദ്യം ചെയ്യും. കാരണം ആന്റിക്ക് അറിയാവുന്ന ഒരാളെയാണ് വിളിച്ചെടുത്തിയത്, അതുകൊണ്ട് അവരെ അന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അവളുടെ അച്ഛനെ സമാധാനപ്പെടുത്തും. അതിനുശേഷം ലൂഷ്യൻഹെ ആണ് ചുമ്മാ ഇരിക്കാതെ അവൻ ഈ ചാൻസ് മുതലെടുത്ത് തന്നെ അവളുടെ അച്ഛനോട് എങ്കിൽ പിന്നെ നമുക്ക് കല്യാണത്തിനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ തുടങ്ങാന്ന് പറഞ്ഞ് അവന്റെ പണി സ്റ്റാർട്ട് ചെയ്യും. ഇതോടെ ഇവളുടെ ജീവനാണ് മൊത്തത്തിൽ പോയിട്ട് ചുമ്മാ ഓവറായിട്ട് സഹായിക്കല്ലെന്ന് പറഞ്ഞ് അവൻ അടങ്ങിയിരിക്കാൻ പറയും. അതിനുശേഷം അവളുടെ അച്ഛനും ഇവൻ എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അവന് പെയിന്ററായിട്ട് ഇവനെ കുറെ എക്സിബിഷനിലൊക്കെ വിളിക്കാറുണ്ടെന്ന് പറയും. അങ്ങനെ അവന്റെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് വർക്ക് കാണിച്ചു തരാന്ന് പറഞ്ഞ് ആദ്യം ഒരു ഏലിയൻ മനുഷ്യ സ്ത്രീയെ റേപ്പ് ചെയ്ത ഒരു പെയിന്റിംഗ് എടുത്ത് കാണിക്കും. അതോടെ അവരാണ് ഷോക്കായിട്ട് ഇതെന്തൊരു പെയിന്റിംഗ് എന്ന് പറഞ്ഞ് അവരൊക്കെ ഞെട്ടിപ്പോയിരിക്കുമ്പോൾ ഇവനാണ് ഇതല്ല ഇനി കുറെ സാധനങ്ങളുണ്ടെന്ന് പറഞ്ഞ് അവൻ ഓരോന്നായിട്ട് കാണിക്കാൻ വേണ്ടി പോകും. പക്ഷെ ആ സമയത്താണ് ഇവളുടെ അനിയൻ എന്തോ പ്രശ്നം വരുന്നത്. അങ്ങനെ അതുകൊണ്ട് അവരെല്ലാരും കൂടെ ഓടി ആശുപത്രിയിലേക്ക് ചെല്ലും. അങ്ങനെ ഫുട്ബോൾ കളിച്ചപ്പോൾ അവനെന്തോ ചെറിയ പരിക്കൊറ്റിയതാ. അങ്ങനെ അവരൊക്കെ പേടിച്ചിരിക്കുന്നുണ്ട് ലൂഷ്യൻഹെയും ഇതൊരു ബെസ്റ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലാന്ന് പറഞ്ഞ് ഇവരൊക്കെ പേടിക്കാതിരിക്കാൻ പറയും. അതിനുശേഷം അവനും ഇവർക്ക് വരാം ആ പൈസ പേ ചെയ്യാൻ വേണ്ടി പോകും. അങ്ങനെ അതോടെ അനിയനാണ് കുറച്ച് സുഖമായിട്ട് ആ കൂടെയുള്ളതാരെ ബോയ് ഫ്രണ്ട് ആണെന്ന് ചോദിക്കുമ്പോൾ ഇവളാണ് ഈ സിറ്റുവേഷനിലും ഇവന് സംസാരിക്കാൻ ശക്തിയാണെന്ന് പറഞ്ഞ് അവന് മിണ്ടായിരിക്കാൻ പറയും. അങ്ങനെ അതിനുശേഷം പുറത്തേക്കൊന്ന് നോക്കുമ്പോൾ ലൂഷ്യൻഹെ ആണ് ഇവർക്ക് വേണ്ടി കുറെ ടയേർഡായി അവിടെ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. അതിനുശേഷം അവൾ വീട്ടിൽ ചെന്നിട്ട് ഇവൻ തന്ന പാർസൽ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴാണ് അതിനകത്ത് ഇവളുടെ ഫോട്ടോയാണ് ഉള്ളത്. അങ്ങനെ അതിനുശേഷം അടുത്ത ദിവസം രാത്രി അനിയനാണ് ഇവളുടെ ബോയ് ഫ്രണ്ട് എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നുണ്ട്. അവൾ പറഞ്ഞെടുക്കും ബോയ് ഫ്രണ്ട് ഒന്നുമില്ല, ആ ബ്ലൈൻഡ് ഡേറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇവൾ ചുമ്മാ ആക്ട് ചെയ്തതാണ്. അപ്പനാണ് അനിയനും പറയുന്നത് ഇവളെ വേണേ അങ്ങനെ വിചാരിക്കാം, പക്ഷെ ആ ചേട്ടനെ കണ്ടിട്ട് ഇവളോട് ഇഷ്ടമുള്ള പോലെ തോന്നിയെന്ന് പറയും. അതുകൊണ്ട് ഇത്രയും നല്ല പയ്യനെ വെറുതെ എന്തിനെ വേസ്റ്റ് ചെയ്യുന്നെന്ന് പറഞ്ഞ് അനിയനൊരു ചാൻസ് കൊടുത്ത് നോക്കാൻ വേണ്ടി പറയും. അതുകൊണ്ട് അവന് താങ്ക്സ് പറയുന്ന രീതിയിൽ പുറത്ത് വിളിച്ചോണ്ട് ചെലവ് ചെയ്യുമ്പം അവനാണ് ഈ ചെലവ് കാരണമൊന്നും അവൻ സന്തോഷപ്പെടുത്തില്ല, അവന് സന്തോഷപ്പെടുത്തണ കല്യാണത്തിന്റെ സർട്ടിഫിക്കറ്റ് റെഡിയാക്കാന്ന് പറയും. അപ്പനാണ് അവളും എങ്കിൽ പിന്നെ ഇവന്റെ കോളേജിൽ പഠിച്ച ആ ഗേൾ ഫ്രണ്ട്സ് ഒക്കെ ഇപ്പൊ എവിടെ പോയും ചോദിക്കുമ്പം അവനും ഒരു ദിവസം അവരെല്ലാം വിളിച്ചെരുത്തി അവരെ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് പറയുമ്പം ഇവളാണ് സീരിയസ് ആയിട്ട് രണ്ടുപേരുത്തമേ കല്യാണം കഴിച്ച അവരുടെ കാര്യത്തിൽ എന്തോ ചെയ്യുന്നതെന്ന് ചോദിക്കും. അപ്പനാണ് ഇത് കേട്ട് അവനും എങ്കിൽ പിന്നെ അതിനർത്ഥം നിനക്ക് കല്യാണത്തിന് സമ്മതം എന്നാണോ എന്നിന് അവനും പറഞ്ഞുകൊണ്ട് തന്നെ അവന്റെ മൊബൈൽ ഫോൺ എടുത്ത് വെള്ളത്തിനകത്തങ്ങ് ഇടും. അങ്ങനെ ഇതോടെ എല്ലാ കോണ്ടാക്റ്റും ക്ലോസ് ആയെന്ന് പറയുമ്പം അവളാണ് എങ്കിൽ പിന്നെ ഇവളുടെ കോണ്ടാക്റ്റും കൂടെ അതിൽ നിന്ന് പോയില്ലേന്ന് ചോദിക്കും. അപ്പോഴാണ് ലൂഷ്യൻഹെ ഇവളുടെ ഫോൺ നമ്പർ തലതിരിച്ചു പറയുന്നത്. അങ്ങനെ അതുകൊണ്ട് അവളും ഇവൻ ചെയ്ത പ്രൊപ്പോസലൊക്കെ ഒരു പ്രൊപ്പോസലേ അല്ലെന്ന് പറയുമ്പം അവനാണ് എങ്കിൽ പിന്നെ ഇവൾക്ക് എങ്ങനത്തെ പ്രൊപ്പോസൽ ഇഷ്ടം എന്ന് പറഞ്ഞ് അവൻ അതേപോലെ ചെയ്യാന്ന് പറയും. അപ്പോഴാണ് ഇവളുടെ ഫോണിൽ ഒരു മെസ്സേജ് വരുന്നത് ക്ലാസ് ലീഡർ ഇവൾ അയച്ചെന്ന് ആ സുഡാക്കോ പസിൽ സോൾവ് ചെയ്തെന്ന് പറയും. അപ്പോഴാണ് ഇത് കേൾക്കുന്ന ലൂഷ്യൻഹെ ആണ് യുഹെ തന്ന പസില ഇവളെ സോൾവ് ചെയ്യാൻ കാത്തിരുന്നെന്ന് മനസ്സിലാക്കി ആ ചാറ്റൊക്കെ നോക്കിയിട്ട് ഇവൾക്ക് ഇതുവരെ അവനെ മറക്കാൻ സാധിച്ചില്ലെന്ന് ചോദിക്കും. അങ്ങനെയാണ് അവനെ കണ്ടെത്താൻ ഇവ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ് അടുത്ത ദിവസം ഇവളെയും വിളിച്ചോണ്ട് യുഹെ അന്വേഷിച്ചില്ലും. അങ്ങനെ അവൻ ജോലി ചെയ്ത് ഏതാണ്ട് കടയിൽ ചെന്ന് തപ്പി നോക്കുമ്പം അവിടെയുള്ള ആളാണ് യുഹെ ആരാന്ന് അറിയത്തില്ലെന്ന് അറിയും. അതിനുശേഷം ഈ കാര്യം അവൾ പുറത്തേക്കെന്ന് പറയുമ്പം ലൂഷ്യൻഹെ ആണ് ദേഷ്യത്തി സത്യത്തിൽ ആ തെണ്ടി ഇവൾക്ക് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് അവനും കുറെ ചോദ്യം ചെയ്യും. പക്ഷെ ഇവൾക്ക് അവനൊന്ന് കാണണം തോന്നുന്നുണ്ട്. ഇത് മനസ്സിലാക്കുന്ന ലൂഷ്യൻഹെയും എങ്കിൽ പിന്നെ ആ ജീവനോടുണ്ടെങ്കിൽ ചത്താലും നമുക്ക് കണ്ടെത്തിയിട്ടുള്ള ബാക്കി കാര്യം എന്നറിഞ്ഞ് എന്നിട്ടെങ്കിലും ഇവൾക്ക് സമാധാനം ചോദിക്കും. എന്നിട്ട് ലൂഷ്യൻഹെയും പോലീസ് സ്റ്റേഷൻ ചെന്നൊക്കെ യുഹയുടെ വീട് കണ്ടെത്തി അടുത്ത ദിവസം അവളെയും വിളിച്ചോണ്ട് പോകുമ്പം അവളാണ് കുറച്ച് ടെൻഷനിലൊക്കെ അവനെ കാണാൻ വേണ്ടി ചെല്ലും. പക്ഷെ ഇവൾക്കാണ് ആ ഡോറ് തട്ടാൻ പോലും ധൈര്യമില്ലാത്തോണ്ട് ഇത് കാണുന്ന ലൂഷ്യൻഹെയും ഇത്ര കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചിട്ട് നിനക്ക് ഇത്രയ്ക്കും പേടിയാണെന്ന് പറഞ്ഞ് അവൻ യുഹയെ പുറത്തേക്കോടാന്ന് പറഞ്ഞ് അവനെ വിളിക്കും. അപ്പനാണ് അപ്പുറത്ത് വീട്ടിൽ നിന്ന് ഒരു അമ്മമ്മയും ഇവർ വിളിച്ചിട്ടൊന്നും കാര്യമില്ല, അവരെപ്പോഴേ വീട് മാറിപ്പോയെന്ന് പറയും. അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടെ അവിടെ നോക്കുമ്പോഴാണ് ലൂഷ്യൻഹെ ആണ് ഇവളുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന ഒരാളായിട്ട് അവനാകണ്ട, ഇവളുടെ കൂടെ അവസാനം വരെ ജീവിക്കണം എന്നറിഞ്ഞ് ഇവൾക്കതി സമ്മതമാണെന്ന് ചോദിക്കും. അപ്പനാണ് അവളിപ്പോ ഇതിനൊന്നും തയ്യാറല്ലെന്ന് പറയുമ്പോൾ ഇതേക്കുന്ന അവനും എങ്കിൽ പിന്നെ നിനക്ക് സമ്മതമാണോ, കാരണം സമ്മതമല്ലെങ്കിൽ നിനക്ക് പെട്ടെന്ന് നോ പറയാലോ, കുഴപ്പമില്ല ആ തെണ്ടി യുഹയെ കണ്ടെത്തുവാണെങ്കിൽ അത്രയും നല്ലത്, അതിനുശേഷം നിനക്ക് എന്റെ ചോദ്യത്തിന് ഉത്തരം പറയാലോ എന്നിന് അവൻ പറയുന്നേട്ട് അവളും കുറച്ച് ഇമോഷണൽ ആവും. അതിനുശേഷം ഗംഗങ്ങാണ് ലൂഷ്യൻഹയെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഓർത്തു നോക്കിയിട്ട് അവന് സമ്മതം പറയാൻ വേണ്ടി അവൾ തീരുമാനിക്കും. അതുകൊണ്ട് അന്ന് രാത്രി അവന് മെസ്സേജ് അയച്ച് ഹോസ്പിറ്റലിലേക്ക് വരാൻ പറയുമ്പം പെട്ടെന്നായിരിക്കും ഇവളുടെ കൂട്ടുകാരി സംഗ്ഡാനാണ് അവൾ സീക്രട്ട് കണ്ടെത്തിന്ന് പറഞ്ഞ് ഇവളെ വീഡിയോ കോൾ ചെയ്യാൻ പറയുന്നത്. അങ്ങനെ അതുകൊണ്ട് ഗംഗങ്ങും അവളുടെ കൂടെ വീഡിയോ കോളി എന്തോ കാര്യം എന്ന് പറഞ്ഞ് ചോദിക്കുമ്പം ഷൗമയാണ് മറ്റവളെ പറയാൻ സമ്മതിക്കാതെ അവൻ തടഞ്ഞിർത്തിക്കൊണ്ടിരിക്കും. പക്ഷെ ആ ഗ്യാപ്പിൽ കൂടെ സംഗ്ഡാനും ഗംഗങ് സത്യം അറിയണമെന്ന് പറഞ്ഞ് ഇപ്പൊ എല്ലാ കാര്യം പറഞ്ഞു കൊടുക്കും. അതായത് കഴിഞ്ഞ 4-5 വർഷമായിട്ട് യുഹെ ഷൗമയുടെ കൂടെ താമസിച്ചുകൊണ്ടിരുന്നേന്ന്. അങ്ങനെ ഈ കാര്യം ആരും അറിയാതിരിക്കാൻ വേണ്ടി സംഗ്ഡാൻ വരുമെന്ന് അറിഞ്ഞപ്പോ തന്നെ അവൻ ഇന്നലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന് അറിയും. അങ്ങനെ ഈ കാര്യമൊക്കെ ഗംഗങ്ങിനോട് പറഞ്ഞു കൊടുത്തിട്ട് യുഹെ സത്യത്തി ഇവളെ അവോയ്ഡ് ചെയ്യാന്ന് അറിയും. അങ്ങനെ അത് കേട്ട് ഗംഗങ് കുറച്ച് അപ്സെറ്റ് ആയിരിക്കുമ്പം കറക്റ്റ് അതേസമയം ലൂഷ്യൻഹെ സന്തോഷത്തി ഇവൾ വിളിച്ചോണ്ട്
കൊണ്ട് ഇപ്പൊ അവിടേക്ക് വരും. അപ്പോഴാണ് അവനും ഇവൾ യൂഹയെ കുറിച്ച് വീഡിയോ കോളിൽ സംസാരിക്കുന്ന കേൾക്കുന്നത്. അതുകൊണ്ട് ഷൗമയും ഇവരോടൊക്കെ പറയാത്തതിന് കാരണം അവന്റെ അടുത്ത് വാക്ക് കൊടുത്തുണ്ടെന്ന് അറിഞ്ഞ് ഇവനെ ക്ഷമിക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് ഗംഗങ്ങും യൂഹയുടെ നോട്ട്ബുക്ക് ഒന്ന് കാണട്ടെ എന്ന് അറിഞ്ഞ് അവള് ചോദിക്കുമ്പം ഇത് കേട്ടോണ്ടിരിക്കുന്ന ലൂഷിൻഹയാണ് ഇവൾക്ക് ഇപ്പോഴും അവനെ തന്നെ ഇഷ്ടമെന്ന് അറിഞ്ഞ് അവൻ ഇവളെ കാണാതെ അവിടെ നിന്ന് പോകും. അതിനുശേഷം ഗംഗങ്ങളുടെ അനിയനെ റെസ്റ്റ് റൂമിലേക്ക് വിളിച്ചുകൊണ്ട് പോകുമ്പോഴാണ് അവൻ അവിടെ തെന്നിയടിച്ച് വീഴുന്ന സൗണ്ട് കേൾക്കുന്നത്. അങ്ങനെ ഇത് കണ്ട് ഇവള് പേടിച്ച് പോകുമ്പോൾ തന്നെ ഇവൾ ഒരാളെ ചെന്ന് ഇടിച്ചിടും. അപ്പോഴാണ് താരാൻ നോക്കുമ്പോൾ ആ നിൽക്കുന്ന യൂഹയാണ്. അങ്ങനെ അവർ പരസ്പരം കണ്ടിങ്ങനെ ഷോക്കായിരിക്കുമ്പം അനിയനാണ് അവിടേക്ക് വന്നിട്ട് പല്ലിയെ കണ്ട് പേടിച്ച ചേച്ചി എന്ന് പറഞ്ഞ് ഇതാരം തിരക്കൊണ്ടിരിക്കും. പക്ഷെ അവളൊന്നും പറയാതെ അവനെ അവിടെ നിന്ന് വിളിച്ചോണ്ട് പോകും. എന്നിട്ട് അവൾ ഒറ്റയ്ക്ക് യൂഹയോട് സംസാരിക്കുമ്പോഴാണ് അവൻ അമേരിക്കയിൽ നിന്ന് എപ്പോഴാ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും അവിടെ ഇപ്പൊ ലീവാന്ന് പറഞ്ഞ് ഇവന്റെ അമ്മയ്ക്ക് വയ്യാത്തോണ്ട് അവരെ കാണാൻ വേണ്ടി വന്നേന്ന് പറയും. ഇത് കേൾക്കുന്ന അവളും ഇവന്റെ അമ്മയ്ക്ക് എന്താ ഭക്ഷണം ചോദിക്കുമ്പോൾ അവനും അവന്റെ അമ്മയ്ക്ക് ഇപ്പോൾ കിഡ്നിയുടെ ആവശ്യമുണ്ടെന്ന് പറയും. അങ്ങനെ കുറച്ച് സീരിയസ് ആണെന്നൊക്കെ പറഞ്ഞ് ഇവന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അവളാണ് അവര് പെട്ടെന്ന് തന്നെ ഗുണമെന്ന് പറഞ്ഞിട്ട് ഇവന്റെ അച്ഛൻ ഇപ്പൊ എവിടാന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും അവന്റെ അച്ഛൻ ഇപ്പൊ വയ്യായിരിക്കാന്ന് പറഞ്ഞ് അദ്ദേഹം ജോലിയെ കളഞ്ഞിട്ട് ഇവിടെ തന്നെ ഉണ്ടെന്ന് പറയും. അതിനുശേഷം ഇവളുടെ പുതിയ സ്റ്റുഡിയോ എങ്ങനെ പോകുന്നു ചോദിക്കുമ്പം അവളാണ് എങ്കിൽ പിന്നെ പേരില്ലാത്ത ഒരു ഓർഡർ വന്നത് ഇവൻ ചെയ്തതാണെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനൊരു ഓർഡറും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് പെട്ടെന്ന് അവന്റെ അച്ഛൻ ഫോൺ വിളിച്ചുടനെ ഇവന് പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞ് അവളോട് പറഞ്ഞിട്ട് പോകാൻ നോക്കും. അപ്പോഴാണ് അവളൊരു സെക്കൻഡ് ഇവൾ എപ്പോഴേലേക്ക് കാണാൻ വേണ്ടി ഇവൻ ആഗ്രഹിച്ചിട്ടുണ്ടോ ചോദിക്കുമ്പം അവനും അങ്ങോട്ട് നോക്കി ചിരിച്ചിട്ട് ഇവളോടൊന്നും പറയാതെ അവിടെ നിന്ന് പോകും. അതിനുശേഷം അടുത്ത ദിവസമാണ് ലൂഷ്യൻഹി ഇവളെ കാണാൻ വന്നിട്ട് ഇന്ന് രാത്രി ഡിന്നർ കഴിക്കുന്നെന്ന് ചോദിക്കുമ്പം അവൾ ഇന്ന് കുറച്ച് വർക്ക് ബിസിയാന്ന് പറഞ്ഞ് ഇവൻ ഒറ്റ കഴിച്ചോളാൻ പറയും. അങ്ങനെ അതിനുശേഷം അവൾ സ്കൂളിലേക്ക് ചെന്നിട്ട് വീണ്ടും അടുത്ത് സ്റ്റുഡൻസിന്റെ ഒക്കെ ഫോട്ടോസ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കും. അപ്പോഴാണ് പെട്ടെന്ന് അവിടേക്ക് യൂഹിയും വന്നുടനെ ഇവളിവിടെയുള്ള കാര്യം എങ്ങനെ കണ്ടെത്തുകയും ചെയ്യിക്കും. അപ്പോഴാണ് അവനും ക്ലാസ് ലീഡറിനോട് ചോദിച്ചപ്പോൾ ഇവളുടെ സ്റ്റുഡിയോയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അവൻ അവിടെ ചെന്ന് തിരക്കിട്ട ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട് ഗംഗങ്ങും ഇവൻ ആരുമായിട്ട് ഇതൊരു കോൺടാക്ട് ചെയ്തിട്ടില്ല, പിന്നെന്തിനെ പച്ചയെ കള്ളം പറയുന്നതെന്ന് അവൾ സത്യം പറയാൻ വേണ്ടി ഇപ്പൊ ചോദിക്കുമ്പോൾ അവനാണ് ഇവളുടെ സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്തൊക്കെ അറിഞ്ഞത് അവൻ ഇവളെ കുറിച്ച് അറിയാൻ വേണ്ടി ഓൺലൈനിൽ തപ്പിയപ്പോഴാന്ന് പറയും. കൂടാതെ ഇന്നലെ ഇവളുടെ ഫോൺ നമ്പർ വാങ്ങിക്കാൻ മറന്നു എന്നറിഞ്ഞ് അത് വാങ്ങിക്കാൻ വേണ്ടി ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നെന്ന് പറയുമ്പം അവളാണ് ഇവൻ നമ്പറൊക്കെ മാറ്റിയെന്നറിഞ്ഞ് അവളൊരു ഷോക്കായിരിക്കും. കാരണം ഇവൾ കുറെ പ്രാവശ്യം അവന് മെസ്സേജും ഫോൺ കോളും ഒക്കെ ചെയ്ത്. അപ്പോഴാണ് അവനും അതൊക്കെ എപ്പോഴും മാറ്റിയെന്നറിഞ്ഞിട്ട് ഇന്നൊരു ദിവസം മാത്രം ഇവന് കിടന്നുറങ്ങാൻ വേണ്ടി സ്ഥലം തരുമെന്ന് ചോദിക്കും. കാരണം അവന്റെ അമ്മ ആശുപത്രിയിലായതുകൊണ്ട് അവന് നല്ലോണം ഉറങ്ങാൻ പോലും പറ്റില്ല. അങ്ങനെ അതുകൊണ്ട് ഇവള് താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് അവന് റെസ്റ്റ് എടുക്കുമ്പോഴാണ് ഇവളാണ് അവന് ബെഡ്ഷീറ്റ് ഇടാൻ വേണ്ടി വരും. അപ്പോഴാണ് ഒരു സെക്കൻഡ് അവൾക്കൊരു സംശയം ഇവ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പരസ്പരം ടിക്കറ്റ് പോലെ ഇപ്പോഴും ഉണ്ടോന്ന്. അങ്ങനെ അതുകൊണ്ട് അവന്റെ കൈ നോക്കുമ്പോൾ അവൻ ഇപ്പോഴും ഇവളെ മറക്കാതെ ആ ടിക്ക് അതേപോലെ കൈ വെച്ചേക്കും. അതോടെ അവളാണ് മൊത്തത്തിൽ അങ്ങ് ഷോക്കാകും. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് യൂഹി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പം ഇവൾ വർക്ക് ചെയ്യുന്നുണ്ട്. രാത്രി 10:30 ഉറങ്ങാതെ ഇവള് ജോലി ചെയ്യണം ചോദിക്കും. അപ്പോഴാണ് അവളും ഇവന് കഴിക്കാൻ വേണ്ടി ഫുഡ് എടുത്ത് കൊടുത്തിട്ട് അവൾ വീണ്ടും അവളുടെ വർക്കൊക്കെ ചെയ്യുമ്പം ഇവനാണ് കഴിച്ചിട്ട് അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകും. പക്ഷെ ആകെ ഫുള്ളും അവളെ പാത്രം കഴുക്കായിരിക്കുന്നുണ്ട്. ഇവളിതൊന്നും ക്ലീൻ ചെയ്തില്ലെന്ന് ചോദിക്കുമ്പം അവള് ചുമ്മാ ഇരിക്കുവാണ് അതും ടേബിൾ എല്ലാം കൂടെ ക്ലീൻ ചെയ്ത് വെക്കാൻ വേണ്ടി പറയും. അങ്ങനെ അതിന് ശിവരണ്ടേരും കൂടെ ഒരുമിച്ചിരുന്ന് വീഡിയോ ഗെയിം കളിക്കുമ്പോഴാണ് അവനാണ് ഇവനെ കൊണ്ട് ഇപ്പൊ ആകെ ഇങ്ങനത്തെ കാര്യത്തിൽ മാത്രമേ കൂട്ടിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയും. കാരണം അവനിപ്പോ ഭയങ്കര കഷ്ടപ്പാടിലാണുള്ളത്. അങ്ങനെ പെട്ടെന്ന് ഇവനിങ്ങനെ ഡയലോഗ് പറഞ്ഞ ഉടനെ അവൾ അവനെ കിസ് ചെയ്യും. അപ്പോഴാണ് ഒരു സെക്കൻഡ് അവൻ അവളെ പിടിച്ച് മാറ്റി നിർത്തിയിട്ട് അവൻ ഇതിനു വേണ്ടി ഒന്നല്ല ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയുമ്പോൾ അവൾ അവന്റെ കയ്യിൽ സൈൻ കാണിച്ചിട്ട് ഇവളോട് ഇഷ്ടം ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഇതുവരെ പറയാത്തേം ചോദിക്കും. അങ്ങനെ ഇത്രയും വർഷം മെസ്സേജ് കോൾ എല്ലാം കൂടെ ഇവൻ കാണുമല്ലായിരുന്നു എന്ന് പറഞ്ഞ് ഇവൾ അതൊക്കെ പറഞ്ഞിട്ട് ഇവ റിപ്ലൈ ചെയ്തില്ലെങ്കിലും അവൾക്ക് ഇവനോട് ദേഷ്യമൊന്നുമില്ലെന്ന് പറയും. പക്ഷെ ഇവന് ബെയ്ജിങ് ഒരു കോളേജ് അഡ്മിഷൻ കിട്ടിയിട്ട് ആ കാര്യം എന്താ ഇവളോട് പറയാത്തേന്ന് പറഞ്ഞ് അവളും കരഞ്ഞോണ്ട് അവൾ ഇഷ്ടമല്ലേന്ന് ചോദിക്കുമ്പോൾ അവനാണ് അവന്റെ മനസ്സ് ധൈര്യമാക്കി ഇവൾ തെറ്റിരിച്ച ഈ ഡാറ്റു അവന് ലക്ക് കിട്ടാൻ വേണ്ടി ചുമ്മാ വരച്ചെന്നേ ഉള്ളു, അല്ലാതെ ഇവളുടെ ഓർമ്മയ്ക്ക് വേണ്ടി വരച്ചില്ലെന്ന് പറയും. അങ്ങനെ അതും പറഞ്ഞ് അവൻ പോകാൻ നോക്കുമ്പം ഇവളാണ് തടഞ്ഞിർത്തിയിട്ട് അന്ന് എൻട്രൻസ് എക്സാം കഴിഞ്ഞിട്ട് ഇവളോട് എന്ത് പറയാനാ വിളിച്ചെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും അത് മറന്നോയെന്ന് പറഞ്ഞ് അവൻ കള്ളം പറഞ്ഞ് അവിടെ നിന്ന് പോകും. ഇതേ സമയം ലൂഷ്യൻഹയും അവൾക്ക് പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി അവൻ സ്വന്തമായിട്ട് റിംഗ് ഒക്കെ റെഡിയാക്കും. അതിനുശേഷം അടുത്ത ദിവസം ഒരു ഫോട്ടോ ഷൂട്ടിങ്ങിന് വേണ്ടി ഗംഗങ്ങ ലൂഷ്യൻഹയും കൂടെ വെഡിങ് ഡ്രസ്സ് നോക്കാൻ വേണ്ടി പോകും. അപ്പോഴാണ് അവനും ഇവൾക്കും കൂടെ വാങ്ങിക്കാൻ പോകുമ്പോൾ അവളാണ് ഇവൾക്ക് എന്തിനാ ഇപ്പൊ ഇതിന്റെ ആവശ്യം എന്ന് പറഞ്ഞ് അതൊന്നും വേണ്ടെന്ന് പറയും. അങ്ങനെ ഇവ രണ്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഗംഗങ്ങ ഇപ്പൊ യൂഹയെ കണ്ട കാര്യം ഇവനോട് പറയുന്നത്. അങ്ങനെ അത് കേട്ട് ലൂഷ്യൻഹയാണ് കുറച്ച് അപ്സെറ്റ് ആയാലും അവനെ കണ്ടെങ്കിൽ ഇപ്പൊ അതിനെന്തോന്ന് പറഞ്ഞ് ഇവന് മൈൻഡ് ചെയ്യാത്തോലെ കാണിക്കും. അതിനുശേഷം ആശുപത്രി വെച്ച് യൂഹയെ ഗംഗങ്ങനെ കണ്ടുമുട്ടുമ്പോഴാണ് അവനാണ് ഇന്നലെ അങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിച്ചതിന് ഇവളോട് സോറി പറയും. അപ്പോഴാണ് അവളും ഇവന്റെ വക തെറ്റൊന്നുമില്ല, അവള് തെറ്റിരിച്ചേ തെറ്റെന്ന് പറഞ്ഞ് സത്യത്തിൽ എൻട്രൻസ് എക്സാം കഴിഞ്ഞിട്ട് ഇവൻ എന്ത് പറയാനാ വിളിച്ചെന്ന് ചോദിക്കും. അപ്പോഴാണ് യൂഹയും ഇവളോടുള്ള ഇഷ്ടം പറയാൻ വേണ്ടിയാ വിളിച്ചതെന്ന് അവന് പറയാനോ വേണ്ടെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് അവിടേക്ക് ലൂഷ്യൻഹയാണ് ഫ്ലവേഴ്സ് ആയിട്ട് വരും. അതിനുശേഷം അവന് ദേഷ്യത്തിൽ യൂഹയൊക്കെ നോക്കിയിട്ട് ഇവളുടെ ഫ്ലവേഴ്സ് കൊടുക്കുമ്പം യൂഹയാണ് ഇവ രണ്ടുപേരും കൂടെ ഇപ്പൊ ഒരുമിച്ചോന്ന് ചോദിക്കും. അങ്ങനെയാണ് അവന്റെ ആശംസകൾ നിറഞ്ഞ് അവിടെ നിന്ന് പോകാൻ നോക്കുമ്പം പെട്ടെന്ന് ലൂഷ്യൻഹയാണ് ദേഷ്യത്തിൽ നിനക്ക് വേണ്ടി അവൾ 10 വർഷം എത്രമാത്രം കഷ്ടപ്പെട്ടുകൊണ്ട് നിനക്കറിയാം, നിനക്ക് ആശംസകൾ പറയണം, നിനക്ക് അവൾ വെറും ഒരു ക്ലാസ്
ക്ലാസ്മേറ്റ് ആയിട്ട് മാത്രമേ തോന്നിയിട്ടുള്ളൂ. 10 വർഷം നിനക്ക് വേണ്ടി അവൾ വേസ്റ്റ് ചെയ്ത്. നിനക്ക് അതിനെ കുറിച്ച് എന്തോ പറയാനുള്ള? ഏതെങ്കിലും ലൂഷ്യൻ ഹി അവൾക്ക് വരെ ചോദിക്കുമ്പോൾ യൂഹയാണ് ആ സമയത്തൊക്കെ അവളുടെ കൂടെ നോക്കിയതിന് ലൂഷ്യൻ ഹേക്ക് താങ്ക്സ് പറയും. അതോടെ അവനും ദേഷ്യത്തി നിനക്കാകെ താങ്ക്സേ പറയുള്ളെന്ന് പറഞ്ഞ് അവൻ അടിക്കാൻ പോകുമ്പം ഗംഗങ്ങാണ് അവനെ തടഞ്ഞു നിർത്തും. അതിനുശേഷം അവന്റെ പോക്കറ്റിൽ എന്തോ ചോദിക്കുമ്പം ലൂഷ്യൻ ഹെ അവൻ ഉണ്ടാക്കിയ റിങ് എടുത്ത് കാണിക്കും. അതോടെ അവള് പെട്ടെന്ന് ഇവനെ കല്യാണം കഴിക്കാൻ സമ്മതം നിറഞ്ഞ് അവൾ ആ മോതിരിട്ടിട്ട് പെട്ടെന്ന് അവിടുത്തെ ഒരു പേപ്പറിൽ ഇവരുടെ വെഡിങ് ഇൻവിറ്റേഷൻ യൂഹയോട് ചെന്ന് കൊടുക്കും. അങ്ങനെ ഇത് കാണുമ്പോൾ ലൂഷ്യൻ ഹേക്ക് മനസ്സിലാവും അവനെ വെറുപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അതേസമയം യൂഹയാണ് സങ്കടത്തി ഇവൾക്ക് കല്യാണമൊക്കെ ആയെന്ന് പറഞ്ഞ് അവനെ സന്തോഷിച്ച് ജീവിക്കാൻ വേണ്ടി പറയും. അതിനുശേഷം ലൂഷ്യൻ ഹെ അവൾ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകുമ്പോഴാണ് അവളാണ് കുറച്ച് സമയം ഒറ്റയ്ക്ക് ഇരിക്കണം എന്ന് പറഞ്ഞ് ഇവനെ പോയിക്കോളാൻ പറയും. അതിനുശേഷം അവൾ അവിടെ നേരെ വരുന്ന ഇവള് യൂഹയും കൂടെ ഒരുമിച്ച് വളർത്തിയ ആ മരത്തിന്റെ അടുത്തേക്ക്. അങ്ങനെ അവിടെ ചെന്ന് അവൾ പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് അടുത്ത ദിവസം ഗംഗങ്ങും അവളുടെ സ്കൂളിലേക്ക് ചെന്ന് ഇവൾക്ക് കിട്ടിയ വെഡിങ് ഫോട്ടോഷൂട്ട് എടുക്കാൻ വേണ്ടി പോകും. അപ്പോഴാണ് അറിയാൻ വരുന്ന ഇവൾക്ക് സീക്രട്ട് ആയിട്ട് വന്ന കസ്റ്റമർ വേറെ ആരുമല്ല ഇവളുടെ പഴയ സീനിയർ ആണെന്ന്. അങ്ങനെ അതുകൊണ്ട് അവൾ സന്തോഷിച്ച് സീനിയറായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സീനിയർ കല്യാണം കഴിക്കാൻ പോകുന്ന വേറെ ആരുമല്ല സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പ്രൊപ്പോസ് ചെയ്യാൻ പറ്റാത്ത അതേ ചെറുക്കനാണ്. അതുകൊണ്ട് അവരിപ്പോ ഒന്നിച്ചെന്നറിഞ്ഞ് ഗംഗങ്ങ് സന്തോഷത്തിലാവും. അതിനുശേഷം ഗംഗങ്ങും ഇവരെയൊക്കെ ഫോട്ടോസ് എടുത്തിട്ട് ആ സീനിയറിന്റെ ബോയ്ഫ്രണ്ടിനോട് ചെന്ന് ചെവി ഒരു കാര്യം പറയും. അതായത് അടുത്ത ഷൂട്ടിംഗ് സ്പോട്ട് ആ സീനിയർ ഇവൻ ഇഷ്ടമെന്ന് എഴുതി വെച്ചേക്കുന്ന ആ സ്ഥലത്തേക്ക്. അങ്ങനെ അതുകൊണ്ട് സ്കൂളിന്റെ മുകളിൽ ചെന്ന് ഇതാ കറക്റ്റ് പൊസിഷൻ എന്ന് പറഞ്ഞ് ആ എഴുതി വെച്ചേക്കുന്ന കാണിച്ചു കൊടുക്കുമ്പോൾ അതിനകത്ത് അവനും തിരിച്ച് ഇവളെ ഇഷ്ടമെന്ന് പറഞ്ഞ് ഇപ്പൊ എഴുതി വെച്ചേക്കും. അങ്ങനെ അതുകൊണ്ട് ഇത് കണ്ട് സീനിയറാണ് മൊത്തത്തിൽ അങ്ങ് ഇമോഷണൽ ആവും. അങ്ങനെ അതിനുശേഷം ഇവരുടെ ലവ് സ്റ്റോറി കേൾക്കുമ്പോഴാണ് ഗംഗങ് വീണ്ടും യൂഹയായിട്ട് ചേരാൻ വേണ്ടി ആലോചിക്കും. കാരണം അവൾക്ക് ഇപ്പോഴും എപ്പോഴും അവനോട് മാത്രം ഇഷ്ടമുള്ളായിരുന്നു. അതുകൊണ്ട് അവൾ ലൂഷ്യൻ ഹേക്ക് മെസ്സേജ് അയച്ച് അവൾക്ക് ഈ മോതിരം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയുമ്പോൾ അവനാണ് ആ മെസ്സേജ് കണ്ട് സങ്കടത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് അടുത്ത ദിവസം ലൂഷ്യൻ ഹേ നേരെ പാൻ സാറിനെ കാണാൻ വേണ്ടി വരുമ്പോൾ സാറാണ് ഇവനെ കണ്ട് സന്തോഷിച്ച് കറക്റ്റ് സമയത്ത് വന്നതെന്ന് പറഞ്ഞ് സാർ അവിടെ പനിഷ്മെന്റിന് വേണ്ടി നിർത്തിയേക്കുന്ന കുറച്ച് സ്റ്റുഡൻസിനോട് ഈ സ്കൂളിൽ മുമ്പ് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന മെയിൻ താളം തന്നെ ഇവനാന്ന് പറഞ്ഞ് ഇവനിപ്പോൾ വലിയ ആർട്ടിസ്റ്റായിട്ട് മാറി എന്നൊക്കെ പറയും. അതിനുശേഷം സാറും ഇവൻ അന്ന് പെയിന്റിങ് ഇതുവരെ സുരക്ഷയായിട്ട് നോക്കിക്കൊണ്ടിരിക്കാന്ന് പറഞ്ഞ് അവൻ്റെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവനാണ് സാറിന്റെ ഒരു കളഞ്ഞ സാധനം കൊടുക്കാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞ് അന്ന് മിലിറ്ററി സ്ഥലത്ത് വെച്ച് ആ ട്രൗസറിന്റെ കൂടെ ഉണ്ടായ ബെൽറ്റ് എടുത്ത് ഇപ്പൊ കൊടുക്കും. അങ്ങനെ അത് കണ്ട് സാറും എടാ നാറി നീ ആയിരുന്നോടാ ട്രൗസർ ആ ഫ്ലാഗിന്റെ അവിടെ തൂക്കിയിട്ട് മര്യാദയ്ക്ക് ചെന്ന് പനിഷ്മെന്റിൽ ട്രൈ ചെയ്തിട്ടോടാ എന്നിട്ട് അവനെ വഴക്കുറയുമ്പം അവനാണ് അതിനൊരു വേറൊരു പെയിന്റിങ് തരാന്ന് പറഞ്ഞ് രണ്ടുപേരും ചേച്ചി സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇന്ന് രാത്രിയാണ് ഗംഗങ്ങിന്റെ അനിയൻ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്നത്. അതുകൊണ്ട് ലൂഷ്യൻ ഹേയും എല്ലാ പൈസ അടച്ചിട്ട് ഇവരെ വിളിച്ചോണ്ട് പോകാൻ നോക്കുമ്പോൾ അവരെല്ലാരും കൂടെ ഇവന് താങ്ക്സ് അറിയും. അപ്പോഴാണ് ഗംഗങ്ങും ഇവനെന്താ മെസ്സേജിന് റിപ്ലൈ ഇടാത്തയും ചോദിക്കുമ്പോൾ അവൻ ഇപ്പോഴൊന്നും പറയത്തില്ല. അതിനേശം അവൾ വീണ്ടും ചോദിക്കുമ്പോൾ ഇവൻ ദേഷ്യത്തെ അവളെ വിളിച്ചോണ്ട് പുറത്തേക്ക് ചെന്നിട്ട് ഇവള് മെസ്സേജ് ഇട്ട് എന്റെ ഉദ്ദേശം എന്തോന്ന് ചോദിക്കും. അങ്ങനെ അവൻ എന്നെങ്കിലും ഇവളോട് മര്യാദകേട് കാണിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞ് അവനും പറഞ്ഞു കൊടുക്കും സത്യത്തിൽ യൂഹയുടെ ഫ്രണ്ട് അവന് ദേഷ്യപ്പെടുത്താൻ വേണ്ടിയല്ല ഇവളാ മോതിരിട്ടേന്ന്. പക്ഷെ അതങ്ങനെ അറിഞ്ഞിട്ടും ഇവൻ ആ സമയം എത്ര സന്തോഷമായിട്ടിരുന്നേന്ന് അറിഞ്ഞ് ഇവൾക്കൊല്ലം പിടിയുണ്ടോന്ന് ചോദിക്കുമ്പോൾ അവളും ചെയ്ത് തെറ്റാന്ന് പറഞ്ഞ് ഇവനോട് സോറി പറയും. അങ്ങനെ അതുകൊണ്ട് അവനും തിരിച്ചൊന്നും പറയാതെ ദേഷ്യത്തെ അവിടെ നിന്ന് പോകും. അതിനേശം ഇവര് കാറ് വീട്ടിലേക്ക് ചെല്ലുമ്പം അവളുടെ അനിയനാണ് നമ്മുടെ അലിയൻ ലൂഷ്യൻ ഹേ എന്ന് പറഞ്ഞ് അവരെയൊക്കെ വിളിച്ച് കാണിക്കും. അപ്പോഴാണ് അവൻ അവിടെ നിന്ന് ഗംഗങ് ഐ ലവ് യു എന്ന് പറഞ്ഞ് ആദ്യം പ്രൊപ്പോസ് ചെയ്ത പോലെ വീണ്ടും ഇവളോട് ചെയ്ത് കാണിക്കും. അങ്ങനെ അതിനുശേഷം അവൻ നേരെ ഇവളുടെ അടുത്തേക്ക് വന്നിട്ട് ഇവൾ ഇഷ്ടമെന്ന് പറയുമ്പോൾ അവൾ ഇവനെ റിജക്ട് ചെയ്യാൻ വേണ്ടി വരും. അപ്പോഴാണ് അവനും അതൊന്നും പറയേണ്ട ആവശ്യമില്ല ഇവളുടെ റിയാക്ഷൻ കണ്ടാൽ തന്നെ അവന് മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് അവനിപ്പോ കൈ നീട്ടി ആ റിങ് തിരിച്ചു ചോദിക്കും. അങ്ങനെ അവളെ തിരിച്ചു കൊടുത്ത ഉടനെ അവനത് കളയുന്ന പോലെ കാണിച്ചിട്ട് ഇത് കളയത്തൊന്നില്ല ഇവൾക്ക് എപ്പോഴും അവൻ കൈ വച്ചേക്കൊന്ന് പറയും. അങ്ങനെ അതും പറഞ്ഞ് അവനിങ്ങനെ കിസ് ചെയ്യാൻ വേണ്ടി അടുത്തേക്ക് വരുമ്പോൾ അവള് പുറമോട്ട് മാറി ഉടനെ അവന് ചിരിച്ച് ഇവൾക്ക് ബായ് പറഞ്ഞ് അവിടെ നിന്ന് പോകും. എന്നിട്ട് അടുത്ത ദിവസം ഗംഗങ് നേരെ യൂഹയുടെ അമ്മയെ കാണാൻ വേണ്ടി ചെല്ലും. അതേസമയം അവൻ പുറത്ത് അവന്റെ അമ്മയ്ക്ക് വേണ്ടി മരുന്ന് വയ്ക്കാൻ വേണ്ടി പോയേക്കോ. അപ്പോഴാണ് അവന്റെ അമ്മ ഇവളെ കണ്ടിട്ട് ഇവളല്ലേ ഗംഗങ് എന്ന് പറഞ്ഞ് അന്ന് അവന്റെ അടുത്ത് ഇരുന്നതിന് പ്രശ്നം ഉണ്ടായ കാര്യമൊക്കെ അവർക്ക് ഓർമ്മയെന്ന് പറയും. അപ്പോഴാണ് അവളും അതൊക്കെ അന്ന് നടന്നില്ലെന്ന് പറഞ്ഞ് അവൾ അതൊക്കെ മറന്നെന്ന് പറയുമ്പോൾ അവന്റെ അമ്മയെ വിഷമിച്ച് അവൻ തെറ്റായ വഴി പോയി അവന്റെ പഠിത്തം കളയെന്ന് പേടിച്ചിട്ട് അവനന്ന് അങ്ങനെയൊക്കെ ചെയ്തേന്ന് പറയും. അങ്ങനെ ഒറ്റയ്ക്ക് അവനെ വളർത്തുന്നതുകൊണ്ട് നല്ല സ്ട്രിക്റ്റ് ആയിട്ട് അവനെ നോക്കിയിരുന്നത്. പക്ഷെ ആ സമയത്ത് അവന്റെ ഫീലിങ്സ് ഇവര് മനസ്സിലാക്കില്ലെന്ന് പറഞ്ഞ് ഇവര് സങ്കടത്തിൽ പറയുമ്പം അവളാണ് അതുകൊണ്ടല്ലേ അവന് ബെസ്റ്റ് ആയിട്ടുള്ള കോളേജ് അഡ്മിഷൻ കിട്ടിയെന്ന് പറഞ്ഞ് ഇവള് ബെയ്ജിങ് അഡ്മിഷൻ കിട്ടിയ കാര്യത്തിനെ വെച്ച് പറയും. അപ്പോഴാണ് അവന്റെ അമ്മയും അവരുടെ അവസ്ഥ കാരണം അവന് പഠിക്കാൻ പോലും പറ്റില്ലെന്ന് പറഞ്ഞ് ഇവര് വിഷമിച്ച് ഇവളോട് സത്യമെല്ലാം പറയും അവന് കോളേജ് അഡ്മിഷൻ പോലും കിട്ടിയില്ലെന്ന്. അങ്ങനെ അതോടെ അവൻ മൊത്തം തകർന്നുപോയി 2 മാസം റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നില്ലെന്ന് പറഞ്ഞ് ഇവളോട് ആ കാര്യം പറഞ്ഞ് കരഞ്ഞോണ്ട്
അടുത്ത വർഷം അവൻ എഴുതി കിട്ടിയിട്ടും ഇവർക്ക് അസുഖം വന്നോണ്ട് അവൻ പഠിക്കാൻ പോയില്ലെന്ന് പറയും. അപ്പോഴാണ് ഗംഗങ് അറിയാൻ വരുന്ന അവന്റെ അമ്മയെ നോക്കിക്കൊള്ളാൻ അവൻ ആ സമയത്ത് കോളേജിലൊന്നും പോയില്ലെന്ന്. അതിനുശേഷം പിന്നീടായിരിക്കും അവന് 3 വർഷം അമേരിക്കയിൽ ഒരു സ്കോളർഷിപ്പ് വഴി പഠിക്കാൻ പോയത്. പക്ഷെ വീണ്ടും ഇവരുടെ പ്രശ്നം സീരിയസ് ആയ ഉടനെ അവൻ അതോടെ പഠിത്തം നിർത്തിയിട്ട് ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്ന്. അങ്ങനെ അവനിങ്ങനെ ഒരു ഫെയിലിയർ ആയി പോയി എന്ന് വിചാരിച്ച ഇവരെ ആരും കാണാതെ അവൻ ഒറ്റയ്ക്ക് തന്നെ ഇങ്ങനെ ജീവിക്കുന്നതെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് തെറ്റല്ല അവരുടെ ഭാഗത്താന്ന് പറഞ്ഞ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അവിടേക്ക് യൂഹയും വരും. അങ്ങനെ അതിനുശേഷം ഇവർ രണ്ടുപേരും പുറത്തു നിന്ന് സംസാരിക്കുമ്പോഴാണ് അവളും ഇവൻ അവിടെ പഠിക്കുമെന്ന് വിചാരിച്ച് ആ ബെയ്ജിങ്ങിലുള്ള കോളേജ് ഇവനെ കുറെ തപ്പിയൊക്കെ അവൾ പോയിട്ടുണ്ടെന്ന് പറയും. അപ്പോഴാണ് ഇത് കേൾക്കുന്നവനും അവന് പഠിക്കാൻ അവസരം കിട്ടിയില്ലെങ്കിലും ഇവളെ കാണാൻ വേണ്ടി അവന് വന്നായിരുന്നു പറയും. അങ്ങനെ ഇവൻ അഡ്മിഷൻ കിട്ടാത്ത കാര്യമൊക്കെ പറഞ്ഞ് ഇവളുടെ സംസാരിക്കാൻ വേണ്ടിയ അന്ന് അവൻ അവിടേക്ക് വന്ന്. പക്ഷെ ആ സമയത്ത് ഏതൊരു പയ്യന്റെ കൂടെ ഇവളൊരു ക്ലോസ് ആയിരിക്കുന്നുണ്ട്. അവൻ അവിടെ നിന്ന് പോയെന്ന് പറയുമ്പോൾ ഇവളാണ് ആലോചിച്ച് നോക്കും ഇവൾ ആ പയ്യനെ അവോയ്ഡ് ചെയ്തിട്ടേ ഉള്ളു. അതിനേശം അവളും എപ്പോഴെങ്കിലും നിനക്ക് എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോന്ന് പറഞ്ഞ് യൂഹയോട് ചോദിക്കുമ്പം അവനാണ് ചിരിച്ചോണ്ട് ആ സുഡോക്കോ പസിൽ അന്നേ സോൾവ് ചെയ്യാറിയായിരുന്നെങ്കിൽ നിനക്ക് എപ്പോഴേ ഈ ഉത്തരം കിട്ടിക്കാണെന്ന് അവനും പറയും. അപ്പോഴാണ് അവൾ ചെയ്തു നോക്കിയിട്ടും അവൾക്കൊരു തേങ്ങി മനസ്സിലായില്ലെന്ന് പറയും. അപ്പോഴാണ് അവനും ഇവളുടെ തലയ്ക്കകത്ത് എന്തോ ഉള്ളതെന്ന് പറഞ്ഞ് ഇവൾക്ക് ഇനിയും മനസ്സിലായില്ല അന്ന് സുഡോക്കോ വെച്ചെന്ന് ആ ബുക്കിനകത്തുള്ള പേജ് നമ്പർ വച്ചെങ്കിലും ആൻസർ കണ്ടെത്താൻ പറയും. അതിനേശം അവള് സീരിയസ് ആയിട്ട് ആ ബുക്കിൽ നിന്ന് ആൻസറെ കണ്ടെത്തുമ്പോഴാണ് നീ ഒരു മണ്ടിയാണോടി എന്ന് പറഞ്ഞ് അവൻ എന്റെ ആൻസർ എഴുതി വെച്ചേക്കും. അതോടെ അവളാണ് വെറുതെ സീരിയസ് ആയിട്ട് സമയം വേസ്റ്റ് ചെയ്യുന്ന പറഞ്ഞ് അവൾ ദേഷ്യത്തിലാകും. എന്നിട്ട് ഇവിടെ ആശുപത്രി വെച്ച് നഴ്സാണ് യൂഹയോട് ഇവന്റെ കിഡ്നി അവന്റെ അമ്മയ്ക്ക് മാറ്റി വെച്ചത് ചേരുന്നില്ല എന്ന് കുറച്ചു ദിവസം കഴിഞ്ഞ് അറിയുമെന്ന് പറയും. അങ്ങനെ ഈ കാലഘട്ടത്തിൽ ആരും ഇതുപോലും ചെയ്യത്തില്ലെന്ന് പറയുമ്പം അവനാണ് ഒരു മകനായിട്ട് അവൻ ചെയ്യേണ്ട കടമയില്ലെന്ന് പറഞ്ഞ് ഇത് വലിയ കാര്യമില്ലെന്ന് പറയും. അപ്പോഴാണ് ഗംഗങ്ങാളി ഫോൺ വിളിച്ചിട്ട് ആണോടാ ഞാൻ മണ്ടിയ അതുകൊണ്ടാ എനക്ക് വേണ്ടി ഞാൻ സയൻസ് തന്നെ ചൂസ് ചെയ്ത് എന്നെ ഇഷ്ടമെന്ന് പറഞ്ഞ് ലൂഷ്യൻ ഹേ ഞാൻ റിജക്ട് ചെയ്ത് നിന്നെ സ്നേഹിച്ച് ഞാനൊരു മണ്ടി തന്നെ എന്നിന് അവള് വിഷമിച്ച് പറയുമ്പം അവനാണ് ഇനി നമ്മ രണ്ടുപേര് ഡെസ്ക് മേറ്റ്സ് ഒന്നല്ലെന്ന് പറയും. അതേപോലെ ഇവള് കണ്ട പഴയ യൂഹയല്ല അതുകൊണ്ട് ഇവന്റെ കൂടെ ജീവിക്കുന്നതിനേക്കാളും ഇവൾ വേറെ ജീവിതം നോക്കി പോകുന്നത് നല്ലതെന്ന് അവൻ പറയും. അതുകൊണ്ട് പഴയതൊക്കെ മറന്നിട്ട് ഇവളെ സന്തോഷിച്ച് ജീവിക്കാൻ വേണ്ടി പറയുമ്പം അവളാണ് ഇവന്റെ അടുത്ത് ഇപ്പൊ ഒന്നില്ലാത്ത കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞ് അവള് സ്കൂൾ സമയത്ത് ഒന്നറിയായിരുന്നപ്പോ ഇവനല്ലേ എപ്പോഴും വന്ന് ഹെൽപ്പ് ചെയ്തേന്ന് പറഞ്ഞ് ഇവള് കഷ്ടപ്പെടുമ്പോ അവൻ സഹായിച്ച പോലെ ഇവൻ കഷ്ടപ്പെടുമ്പോ അവള് തിരിച്ച് സഹായിക്കും പറയും. അപ്പോഴാണ് അവനും ഇവളെ കൊണ്ട് സഹായിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഇവൻ കാരണം ഇവളുടെ ജീവിതം കൂടെ കഷ്ടത്തിലാന്ന് പറഞ്ഞ് അവനും കരഞ്ഞോണ്ട് ഫോൺ കട്ട് ചെയ്യും. അപ്പോഴാണ് അവളുടെ മൊബൈൽ ഫോണിൽ ഇരുന്ന് അവൾ ഇതിന് ഇവൻ അയച്ച മെസ്സേജൊക്കെ ഇപ്പൊ ഇവന്റെ പുതിയ നമ്പറിലേക്ക് ഫോർവേഡ് ചെയ്യും. അപ്പോഴാണ് അതെല്ലാം കാണുമ്പോൾ അവനും ഇവർ തമ്മിലുള്ള ആ പഴയ മെമ്മറീസ് എല്ലാം ഇങ്ങനെ ഓർമ്മ വന്നു. അങ്ങനെ അതോടെ അവനാണ് കുറച്ച് സന്തോഷത്തിലൊക്കെ ആകുമ്പം അവസാനം അവളും കഷ്ടകാലത്തിലും പരസ്പരം സഹായിക്കുന്നതിന്റെ പേരെ ലവ് എന്നറിഞ്ഞ് 10 വർഷമായിട്ടും ഇപ്പൊ ഇവന് വേണ്ടി അവൾ വെയിറ്റ് ചെയ്യാന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് ഇവൻ അതേപോലെ സ്നേഹിച്ചിട്ടുണ്ട് ഇവർ ഒരുമിച്ച് വളർത്തിയെടുത്ത് ആ മരത്തിന്റെ അവിടെ വരാൻ വേണ്ടി പറഞ്ഞേക്കും. അങ്ങനെ ആ മെസ്സേജ് കണ്ടിട്ട് അവനും പെട്ടെന്ന് ഇവന്റെ മനസ്സ് മാറ്റി അവളെ കാണാൻ വേണ്ടി ചെല്ലുമ്പം ഇവന്റെ അമ്മയാണ് യൂഹ എന്ന് പറഞ്ഞ് അവനെ വിളിക്കും. അപ്പോഴാണ് അവനും 10 വർഷമായിട്ട് മനസ്സ് വെച്ചിരുന്ന സ്നേഹം ഇന്ന് പുറത്ത് കാണിക്കാൻ പോകുന്നറിഞ്ഞ് അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അതേസമയം ഗംഗങ്ങും യൂഹയ്ക്ക് വേണ്ടി അവൾ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ അവൻ വരുവോ ഇല്ലെന്ന് പോലും ഇവൾക്ക് അറിയത്തില്ല. അങ്ങനെ അതുകൊണ്ട് തന്നെ അവൾ കുറച്ച് സമയം നിന്നിട്ട് അവിടുന്ന് പോകാൻ നോക്കുമ്പോൾ പെട്ടെന്ന് ഗംഗങ് എന്നറിഞ്ഞ് ഒരു വിളിയേക്കും. അപ്പോഴാണ് അവനും വരാൻ കുറച്ച് ലേറ്റായി പോയി എന്നറിഞ്ഞ് ഇവളെ നോക്കി സോറി പറയും. അങ്ങനെ ഈ ഒരു ബ്യൂട്ടിഫുൾ സീനോടെ ഇവർ രണ്ടുപേരും ഇപ്പൊ ഒന്ന് ചേർന്ന് അങ്ങനെ അതോടെ നമ്മുടെ ഡ്രാമ അവസാനിക്കുവാണ്. ഇതിൽ നിങ്ങൾക്ക് ആരെയാണ് ഇഷ്ടപ്പെട്ടതെന്ന് താഴെ കമന്റിൽ പറയുക. കാരണം യൂഹയെ പോലെ തന്നെ ലൂഷ്യൻ ഹേയും ഇവളുടെ പുറകെ സ്നേഹിച്ചു വന്നിട്ടുണ്ട്. അതുകൊണ്ട് അവന്റെ കാര്യത്തിൽ ഒരു ചെറിയ സങ്കടമുണ്ട്. എന്നാലും യൂഹയെ അതേപോലെ തന്നെ ഇവളെ സ്നേഹിച്ചുകൊണ്ട് ഇവർ രണ്ടുപേരും പരസ്പരം സ്നേഹിക്കുന്നാൽ അവർ തമ്മിൽ സെറ്റായി. അങ്ങനെ അതോടെ നമ്മുടെ ഡ്രാമ അവസാനിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മളൊരു പുതിയ ഡ്രാമയായിട്ട് വീണ്ടും കാണാം.